അസാലിയ ചെടികളും കമേലിയ ചെടികളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമേലിയ പ്ലാന്റ്സിൻ്റെ 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാന്റ് സൈസും പ്രൈസും എല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാ പ്ലാന്റുകളുടെയും പ്ലാന്റ് സൈസും പ്രൈസും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. മാത്രവുമല്ല, അസേലിയ പ്ലാന്റ്സിൻ്റെ സിംഗിൾ പെറ്റലുണ്ട്, ഡബിൾ പെറ്റലുണ്ട്, വലിയ സൈസ് ഉണ്ട്, ചെറിയ സൈസ് ഉണ്ട്. അതുകൊണ്ട് ഓരോന്നിൻ്റെയും പ്ലാന്റ് സൈസും പ്രൈസും ഒക്കെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട്. അസേലിയ പ്ലാന്റ്സും കമേലിയ പ്ലാന്റ്സും നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്ന ഒരു പ്രശ്നമാണ്, നമ്മുടെ ക്ലൈമറ്റിൽ അത് പൂക്കുന്നില്ല. അതുപോലെ ചിലരൊക്കെ കമൻ്റ് ഇട്ട് കാണാറുണ്ട്, ഇത് വയനാട്, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് പൂക്കുന്നത് എന്നുള്ളത്. ശരിയായ പരിചരണം അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഉള്ളത്. ഈ 2 പ്ലാന്റുകൾക്കും ഒരേ രീതിയിലുള്ള പരിചരണവും ഒരേ രീതിയിലുള്ള പോട്ടി മിക്സുമാണ് ആവശ്യം. നിങ്ങൾ ഈ എഴുതി കാണിക്കുന്ന പ്രൈസ് കറക്റ്റ് ശ്രദ്ധിക്കണം. ഈ സൈസിലുള്ള 5 പ്ലാന്റിനാണ് 799 രൂപ വരുന്നത്. നമ്മളിതിൻ്റെ പരിചരണമൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ പ്രൈസ് പറയാൻ വിട്ടുപോകും. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് കറക്റ്റ് നോട്ട് ചെയ്യണേ. ഈ പ്ലാന്റുകൾക്ക് പോട്ടി മിക്സ് ആയിട്ട് അസിഡിറ്റി ഉള്ള ഒരു പോട്ടി മിക്സാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കരിയില ഉണക്കി പൊടിച്ചത് നന്നായിട്ട്, നമ്മൾ മുറ്റമൊക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന കരിയില മതിയാകും. അത്തരത്തിലുള്ള കരിയിലകൾ ഈ പോട്ടി മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അല്പം ചകിരിച്ചോറ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മെയിനായിട്ട് ലീഫ് മോൾഡാണ്. ലീഫ് മോൾഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചകിരിച്ചോറും മണ്ണും ചേർത്തൊരു പോട്ടി മിക്സ് മതി. ഒരുപാട് അടിവളങ്ങൾ ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണ് അസേലിയ പ്ലാന്റും കമേലിയ പ്ലാന്റും. ഇവയ്ക്ക് കൂടുതൽ വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഫംഗൽ ബാധ വന്നിട്ട് പ്ലാന്റ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചാണകപ്പൊടി പോലും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ നഴ്സറിയിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ചാണകപ്പൊടി ചേർക്കാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇവയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ളൊരു പോട്ടി മിക്സ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് റിസൾട്ട് ഉണ്ടാകുന്നത്. എന്നിട്ട് പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തിയായി പുതിയ ഷൂട്ട്സൊക്കെ വന്ന് തുടങ്ങുമ്പോൾ, പുതിയ ലീഫൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഫെർട്ടിലൈസറുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. പ്ലാന്റ് പെട്ടെന്ന് പൂക്കളുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നഴ്സറിയിൽ ഞാൻ കൂടുതലായിട്ടും ഈ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് NPK കൊടുക്കും. 15 ദിവസം ഇടവിട്ടിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന അളവിൽ NPK 19 നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കും. ഒന്നുകിൽ അത് രാവിലെയാണ് കേട്ടോ കൊടുക്കുക. അതിരാവിലെ ഒരു 10 മണിക്ക് മുമ്പായിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് വെയിലൊന്ന് ആറിയ ശേഷമാണ് ഇത് കൊടുക്കുന്നത്. സ്പ്രേയിങ് കൊടുക്കുന്ന സമയത്ത് പ്ലാന്റിന് നന്നായിട്ട് നനവുള്ള സമയത്തായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈവനിങ് കൊടുക്കുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് നനവ് കൊടുത്തതിന് ശേഷം ആ വെള്ളം ലീഫിൽ നിന്ന് പോയതിന് ശേഷം ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 15 ദിവസം ഇടവിട്ടിട്ട് കാൽസ്യം നൈട്രേറ്റ് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കും. ഇതേ അളവിൽ തന്നെയാണ് കൊടുക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ഗ്രാം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കാൽസ്യം നൈട്രേറ്റും കൊടുക്കുന്നത്. ഈ 2 ഫെർട്ടിലൈസറുകളാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. ഇവ കൊടുത്താൽ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പൂമൊട്ടുകളൊന്നും കരിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. അതുപോലെ തന്നെ മഴ കൊള്ളുന്ന ഭാഗത്തും വെക്കരുത്. മഴയത്ത് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണിലുള്ള pH ലെവലിൽ ഡിഫറൻറ്റ് വരും. അസിഡിറ്റി നഷ്ടപ്പെടും. അതും നമ്മുടെ പ്ലാന്റ് ഹെൽത്തിയായി നിൽക്കുന്നതിനും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്നതിനൊക്കെ തടസ്സം സൃഷ്ടിക്കും. അതുകൊണ്ട് ഈ 2 പ്ലാന്റ്സുകളും നിങ്ങൾ ചെറിയൊരു ഷെയ്ഡിൽ വെച്ചിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗങ്ങളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് തന്നെയാണ്. അസേലിയ പ്ലാന്റിൻ്റെയും കമേലിയ പ്ലാന്റ്സിൻ്റെയും ഒക്കെ പ്ലാന്റ് സൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ചെറിയ സൈസിലുള്ള ഡബിൾ പെറ്റലോട് കൂടിയ 5 അസേലിയ പ്ലാന്റ്സിന് 499 രൂപയാണ്. വലിയ സൈസാണെങ്കിൽ 799 രൂപ. അതുപോലെ സിംഗിൾ പെറ്റലിൻ്റെ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 പ്ലാന്റിനും കൂടെ 350 രൂപ. അതുപോലെ കമേലിയ പ്ലാന്റ്സിന് 799 രൂപ. കമേലിയ ഇപ്പം നമ്മുടെ അടുത്ത് നിലവിൽ ഒരു സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏത് കോമ്പോസൊക്കെയാണ് വാങ്ങിക്കാൻ താല്പര്യം എന്നുള്ളത് നോക്കിയിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഈ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് കേരളത്തിൽ എവിടെയായാലും ഈ കോമ്പോസ് അയക്കുന്ന സമയത്ത് കിട്ടുന്നത് കേട്ടോ. ഓരോ പ്ലാന്റാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും. മിനിമം കൊറിയർ ചാർജ് കേരളത്തിൽ വരുന്നത് 80 രൂപയാണ്. അത് 3 പ്ലാന്റ് വരെ ആ ഒരു പ്രൈസിൽ നിൽക്കും. ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഓഫീസിലൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്ലാന്റ്സ് ഹോം ഡെലിവറി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ പാർസൽ കിട്ടുന്ന സമയത്ത് അൺബോക്സിംഗ് വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
ഇതുപോലുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ ലീഫ് ഗാർഡനിൽ അവൈലബിൾ ആണ്. 50 രൂപയുടെ ഒരു ഓഫർ ഇട്ട സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സിന് കിട്ടാതെ പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരാത്തത് കാരണമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. 50 രൂപ ഓഫറിലുള്ള പ്ലാന്റ്സുകൾ ലഭിക്കാത്തവർക്കായിട്ടും അതുപോലെ വേറെ കുറച്ചുകൂടെ പ്ലാന്റ്സുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ആ ഒരു ഓഫർ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാനായിട്ടും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.